എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ ഇതെല്ലാം കാണാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ കിച്ചുവിന് പണത്തിനോടുള്ള ആർത്തി മൂത്താണ് എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നത് എന്നല്ലെങ്കിൽ ഈ പറയുന്ന രണാസുനയിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഈ പറയുന്ന രണാസുനയുടെ തന്നെ ഈ മനസാക്ഷി സൂക്ഷിപ്പുകാരികൾ എന്നൊക്കെ പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന രണ്ട് കൂട്ടുകാരികളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന രണാസുനയുടെ അഭിപ്രായം തന്നെയാണ് എന്നുള്ളതിന് ഒരു മാറ്റവും വേണ്ട. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന സാധനമാണ് അല്ലല്ലോ അവൻ ആർത്തി, പണത്തിന്റെ ആർത്തി എന്നുള്ളത്. അപ്പം പണത്തിന്റെ ആർത്തി മൂലമാണ് എന്നോട് ക്യാഷ് അവൻ വാങ്ങുന്നത് എന്നാണ് ഈ രണാസുനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരികൾ പറയുന്നത്. ഇത് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് ശ്രീലക്ഷ്മി. ഇപ്പോ നിലവിൽ മുമ്പ് ഈ പറയുന്ന രണാസുനയെ ഓടിയിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവളാണ്. ബാറിൽ പോയി കളിക്കുന്നു, ബാറിൽ ആർക്ക് കളിച്ചുകൂടെ, ശരീരം ആർക്ക് പ്രദർശിപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയ ഇവൾ ഇപ്പോ എവിടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കാണിക്കുക, തുണി അവുക്കുക, പൈസ ഉണ്ടാക്കുക. അതായത് ആരെപ്പോലെ ഈ പറഞ്ഞ രണാസുനയുടെ പാത പിന്തുടർന്ന് വന്നതിന് ശേഷം രണാസുന ഇപ്പൊ പൊക്കി പറഞ്ഞു തുടങ്ങി. അവളുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ വെക്കാം. അവള് പിന്നെ മറ്റൊരാള് ഈ പറഞ്ഞ അടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നിട്ട് ഞാൻ പെണ്ണാണേ എന്ന് പറഞ്ഞിട്ട് പെൺവേഷം വെട്ടി നാട്ടുകാരെ പഠിച്ചിട്ടുള്ള ഒരു പരനാറി ഉണ്ടല്ലോ, ജാസി. അവനുമാണ് ഇപ്പോ രണാസുനയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് ചുക്കാമ്പിട്ടല്ലേ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോന്നോരോന്നായിട്ട് കേട്ടിട്ട് ഇവർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ്. കേൾക്കാം. കിച്ചന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നല്ലത് ചെയ്യുന്ന ഒരാളെ പിന്നെ എന്തിനു തള്ളി പറയണം? ഒരു മകൻ അതാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കിച്ചുവിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ മനസ്സിലാവും. കാരണം രേണു ചേച്ചിനെ വളരെ മോശമായിട്ട് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. രേണു ചേച്ചി മാത്രല്ലേ, എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവളെ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം, എല്ലാരും പറയും. കാരണം നീയൊക്കെ ഈ മൂന്നെണ്ണം കാണിക്കുന്നത് അത് തന്നെയാണ്. ഈ മൂന്നെണ്ണം കാണിക്കുന്ന അപരാധങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഷബീന ബീബി അതിനെ കുറിച്ച് പറയും. ഈ ആങ്കർ ചെയ്യുന്ന കിച്ചുവിനെ കൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ത് നല്ല കാര്യമാണ് ചെയ്തത്? അവനെ മൂന്ന് മാസം അവൻ്റെ അടുത്ത് മിണ്ടാതെ അവൻ റൂമിൽ അടച്ചിടേണ്ടി വന്നതാണ്. അതാണോ നല്ല കാര്യം? അതോ ഇനി അവരെ സ്വന്തം തന്തിയാൻ്റെ കൂടെ പോവാതെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇരുന്നതാണോ നല്ല കാര്യം? നിങ്ങൾ പറയാൻ നല്ല കാര്യം ഈ നക്കാപ്പിച്ച പിച്ചക്കാശ് 10-200 ഇട്ട് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഭാഷയിൽ നല്ല കാര്യം. തീർന്നല്ല, അവന്റെ വായ അടച്ചു വയ്ക്കുമല്ലോ. ഇന്നാ പിച്ചക്കാശ്, പൈസ എന്നാ 200 പിച്ചക്കാശ്, ഇന്നാ ആ കാശിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാമേ. ഇത് കേക്കട്ടെ. ആ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളെ വിറ്റിട്ട് നമുക്ക് തിന്നാം, പക്ഷെ അതിനൊരു പരിധി ഉണ്ട്. ഇത് എന്തുവാ ഇത്? ഒരാളെ പ്രതികരിക്കുന്നില്ല, ഒരാളെ മെയിൻഡ് ആക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ? ആ ചേച്ചി ആവശ്യത്തിന് പൈസ പരിഗണന കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള രീതിയിൽ മകനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാള് പറഞ്ഞത് മാത്രം കേട്ടിട്ട് ഈ പറഞ്ഞ ആ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ കൊടുക്കുന്നത് കുറഞ്ഞു പോയി കാണും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ആ കുട്ടീന്റെ അക്കൗണ്ട് വെച്ചൊക്കെ എന്തോ പൈസയൊക്കെ ഇപ്പം എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടീനെ പറഞ്ഞ് തിരിച്ച് സെറ്റാക്കി വെച്ചേക്കും. അപ്പൊ കുട്ടിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പൈസ വേണം, അവന്റെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അവന് കുറച്ചുകൂടെ എമൗണ്ട് വേണം, കുറച്ചുകൂടെ കാശ് വേണം എന്നൊക്കെ ഒരു തോന്നിയിട്ട് അത് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. മനസ്സിലായല്ലോ? പൈസയുടെ ആർത്തി മൂത്താണ്, പൈസയോടുള്ള കൂടുതൽ താല്പര്യം കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അയ്യോ പാവം, പൈസക്ക് ഇരിക്കുന്ന രണ്ടെണ്ണത്തിന് പൈസയോടെ ആർത്തിയേ ഇല്ല, ഒരു ആർത്തിയും ഇല്ല. അതായത് സ്വന്തം തുണി അവത്തിട്ട് പൈസ വാങ്ങുന്ന കക്ഷികളാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി എന്താണ് അവളുടെ പേര്. അത് ഞാൻ അവിടെ ഒരു റീൽ ആദ്യം വെച്ച് തരാമേ, കണ്ടോ? ഇതെല്ലാം കാണാം. ചോദിച്ചേട്ടാ, ഒന്നും കൂടി വെച്ചേരുന്നാ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടെ. ഇതെല്ലാം കാണാം. എവിടാണ് വന്നിരുന്ന് ന്യായം അടിക്കുന്നത്? ബ്രാ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കാണാം. അപ്പൊ മറ്റവൻ പറഞ്ഞെന്നറിയാമോ? അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോ കിണിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്നെ അഭിപ്രായം ഇതാണ് പറഞ്ഞത്. രണാസുനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അപരാധങ്ങളാണെന്നേ. അങ്ങനെയുള്ളവരെ ഈ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒന്നാം നാക്കെടുത്ത നുണ മാത്രം പറയുന്ന ജാസി, രണ്ട് അവളെപ്പോലെ തുണി അവത്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീലക്ഷ്മി. മനസ്സിലായോ? ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഉടനെ തുടങ്ങാനുള്ള ഐഡിയ ആയിരിക്കും.
കാരണം അവള് പണം ഉണ്ടാക്കുന്നു. ഈ പറയുന്ന രണാസുനയുടെ ആ ഒരു സംഭവം കണ്ട് ഒരുപാടെണ്ണം തുണി ഒതുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക, കുറച്ച് കൂടുതൽ കാണിക്കുക, രണാസുനെ കാണിക്കുന്നതിനെ കുറച്ചുകൂടി കൂടുതൽ കാണിക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള കാറ്റഗറിയിലാണ് എവളാണ് വന്ന് ന്യായം ഇടാൻ പോണത്. ഇത് സ്വന്തം ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കുന്നവളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ന്യായം വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതും ആർക്ക്? രണാസുനയ്ക്ക് ഇങ്ങനെയുള്ളവരെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി പൈസയുടെ കേസ് പറയുമ്പോൾ ഇന്നലെയൊക്കെ എന്റെ കമന്റ് ബോക്സിൽ വന്ന കുറച്ച് കമന്റുകൾ ഉണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം, അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതായത് ഇവന് ഈ പറയുന്ന ഈ സുധി മരിച്ചപ്പോ ഒരുപാട് പൈസ കിട്ടി, ഏതാണ്ട് 80 ലക്ഷത്തിന് മേളിൽ ഇവൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്യാഷിന്റെ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആർക്ക്, നമ്മുടെ കിച്ചുവിന് അവകാശമുണ്ട് ആണല്ലോ. വീടൊക്കെ മറ്റു പലരും വെച്ചു കൊടുത്തേന്, സ്ഥലം മറ്റു പലരും വെച്ചു കൊടുത്തേന്. അപ്പൊ സുധീരെ പേരിൽ വന്ന ക്യാഷ് എന്ത് ചെയ്തു? അപ്പൊ അതിനൊരു തുല്യ അവകാശം ഇവനുണ്ട്. ഇവന് ആകെ കൂടി ഇവർ കൊടുത്തതായിട്ട് ഞാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഇവള് പറഞ്ഞിട്ടുള്ളത് ഏതോ 70-80,000 ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തു ആണല്ലോ. ബാക്കി പൈസ എന്ത് ചെയ്തു? എന്റെ പേഴ്സണൽ അറിവിൽ ഒരു വ്യക്തി തന്നെ, ഇനി ആരും ചോദിച്ചു ഞാൻ എടുത്തങ്ങ് അലക്കും, ഒരു വ്യക്തി തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു വ്യക്തി മാത്രം, മനസ്സിലായോ, തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി എങ്ങനെ പോയാലും 19 ലക്ഷത്തിൽ കൂടുതൽ രൂപ താങ്കളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ആ പൈസ എങ്ങോട്ട് പോയി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റില്ല. നിങ്ങളത് പലിശ പോലും ആവുന്നില്ല, പലിശ പോലും നിങ്ങൾ കൊടുക്കുന്നത് ആവുന്നില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു അഭിപ്രായം വന്നത് മറ്റൊന്നുമല്ല, അവന്റെ വീടല്ലേ, അവന്റെ വീടിന്റെ വാടക പൈസയായിട്ട് കൂട്ടിയാൽ മതി എന്നുള്ളത്. അത് എന്തായാലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മറ്റൊന്നുമല്ല, അവളുടെ മോൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ തള്ളയ്ക്ക് താമസിക്കാം, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവരുടെ കുടുംബം അവിടെ താമസിക്കണമില്ലെന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ തൊട്ടടുത്ത വാടക വീട്ടിലാണ്. അതല്ല, നിന്റെ കുടുംബം, ചേച്ചിയും അമ്മയും അച്ഛനും മക്കളും എല്ലാം അവിടെ വയൽക്കൂട്ടത്തിലുള്ള എല്ലാവരും താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവന് വാടക കൊടുക്കേണ്ടതായിട്ടും വരുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അതാ, പക്ഷേ ഈ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പറഞ്ഞു വാങ്ങി, ഇത്ര രൂപ വന്നിട്ടുണ്ട്, ബാക്കി എനിക്ക് വേണം എന്നുള്ളത് പറഞ്ഞു വാങ്ങിക്കുക, അല്ലാതെ അക്കാപ്പിച്ചായിട്ട് വാങ്ങാൻ പോകരുത്. അതാണ് എന്റെ ടേക്ക്. വാങ്ങാൻ പോകരുത്, ഈ തെണ്ടി പൈസ വാങ്ങാൻ വേണ്ടി പോകരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായ? അതിന്റെ കണക്കുകൾ ഇനി പറയാം. അതായത് ആ സമയത്തുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, ആ സമയത്ത് രണാസുനയ്ക്ക് വന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായോ? എന്നിട്ട് കണക്ക് പറയും. ഇതല്ലാതെ 100-200 കൊടുക്കും പോലെ അല്ല. അടുത്ത കിച്ചു ആ വീഡിയോയിൽ രേണുവിനെതിരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കിച്ചു പക്ഷെ പറയാണ്ട് പറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു അവന്റെ ജീവിതം ആണ് കിച്ചുവിന്. അല്ല, കിച്ചുവിന് കുറെ മെന്റലി ഡ്രോമയിലൂടെ കടന്നു പോയൊരു കുട്ടിയാണ് കിച്ചു. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, ഞാൻ ഈ പ്രശ്നങ്ങള്, തല്ല്, ഇതും കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത് സത്യമായിരിക്കാം ഒരു പക്ഷേ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ഭയങ്കര പ്രശ്നങ്ങളും. റിലേഷനിൽ മാത്രമല്ല, രണാസുനയുടെ കേസിലും അത് തന്നെയാണ് പറഞ്ഞത്. എപ്പോഴും അടിയായിരുന്നു, കൊല്ലത്ത് പോയിരുന്നു, അവിടെ വെച്ച് അടി കിടന്നു, അതിനെ ഇങ്ങി വന്നു, ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുന്നത് ഇഷ്ടമല്ല, അതിനെ ചൊല്ലിയും അവിടെ വഴക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ജാസി ഗിഫ്റ്റ്, നിനക്കതെന്ന് പറഞ്ഞൂടെ? കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെക്കൻഡ് റിലേഷൻ ആയപ്പോഴും ആ കുട്ടിക്ക് അത് മെന്റലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തേർഡ് റിലേഷൻ, രേണുവിന്റെ റിലേഷൻ, ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു ആ റിലേഷനിൽ. ആകെ ഒരു കാര്യം പറയുന്നത്, ഒരു സ്റ്റാർ മാജിക്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അച്ഛന്റെ കൂടെ ഞാൻ പോവാറില്ല, കാരണം എന്നോട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് കിച്ചു അതിൽ പറയുന്നത്. ഞാൻ അത് ഫുള്ള് കണ്ട വ്യക്തിയാണ്. രേണുവിന് അതിലൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നി പിന്നെ അത് ഇവരെല്ലാവരും സമ്മതപ്രകാരമായിരിക്കും എന്നെ അതിൽ നിന്ന് അച്ഛനിൽ നിന്ന് അകറ്റിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ അച്ഛനിൽ നിന്ന് അകറ്റുന്ന ബന്ധമല്ല ഒരു അച്ഛൻ മകൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് നുണച്ചി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളെയൊക്കെ നുണച്ചി, നാക്കെടുത്ത കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരെന്നത്. ഇങ്ങനെയാണോ അവൻ അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവനതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ അയ്യോ, അത് അച്ഛൻ എൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞു. ശരിയാണ്, അച്ഛൻ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് കിച്ചു പറയുന്നത്, മറ്റുള്ളവരൊന്നും സമ്മതിക്കാതെ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു, എന്തോ എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമില്ലായിരുന്നു, അതിനെ ചൊല്ലി വഴക്ക് നടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ വളച്ചൊടിക്കരുത്. ഈ പറയുന്ന ആൾക്കാരെല്ലാം കേട്ടതാണ്. അതിന് അല്ലാതെ എൻ്റെ അമ്മ വന്നപ്പോൾ ഭയങ്കര, അത് അങ്ങനെയാണല്ലോ ഒരാളെ നമ്മൾ കെട്ടാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്ക് സ്വന്തം ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവുള്ള സമയത്ത് വേറൊരാളുടെ കമ്പനി, അവന് ഭർത്താവുണ്ട്, കൊച്ചുണ്ട്, പിന്നെ അവർക്ക് അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും കിട്ടിയാൽ പോവാല്ലോ. നോക്കിയപ്പോൾ ഇത്തിരി ഈ പറഞ്ഞ പോലെ 4 ആൾ അറിയുന്ന ഒരാള്. ഓക്കെ, അപ്പം അവനൊരു മകനുണ്ട്. ആ സമയത്ത് മോനെ ചക്കരെ, എനിക്ക് നീ പിറക്കാതെ പോയ മകനാണ്, ഇല്ല പിറന്ന മകനാണ്, ഞാൻ പ്രസവിച്ച മകനാണെന്നൊക്കെ പറഞ്ഞ് താലോലിക്കുക എന്നുള്ളത് സ്വാഭാവികം. 100% കുട്ടികൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിന് ശേഷം മനസ്സിലായി, ഇനി നീ അവന്റെ അടുത്ത് ഇടങ്ങണ്ട, മനസ്സിലായി, ഇനി അവന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി.
ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മോനെ കൊണ്ടുപോകും, പറ്റത്തില്ല എന്നെ കൊണ്ടുപോകണം, അവനെ കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെ അടിയായി. പിന്നെ സുധി എന്തുകൊണ്ടാണ് ആ വീട്ടിൽ ഇത്രയും പ്രശ്നം നടന്നിട്ട് സുധി പിന്നെ അടുത്ത ബന്ധത്തിലേക്ക് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ കഥകളുണ്ട്. ആ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കുടുംബം മൊത്തം ഇരുന്ന് മാറും. അതൊന്നും പറയിപ്പിക്കരുത് അപ്പി. അവിടെ ഇതിന് വേറൊരു കഥയുണ്ട്. മറ്റാരും അറിയാത്ത അല്ലെങ്കിൽ ഇതുവരെ പുറത്ത് വരാത്ത വേറെ ഒരു ചീഞ്ഞ് നാറിയ കഥയുണ്ട്. ആ കഥയൊന്നും പുറത്തിടേണ്ടി വരരുത് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് നമ്മുടെ ജാസി. പെണ്ണാണോ പെണ്ണെന്ന് പറഞ്ഞ് കിടക്കുന്നത്, പക്ഷെ തൂക്കിയിട്ടുണ്ടോ നടക്കുന്നത്. ആ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടും അർത്ഥം കളഞ്ഞില്ല എന്നുള്ളതാണ് അറിവ്. പക്ഷെ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കുറെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളും പിന്നെ തുണി അവത്തിട്ട് പിന്നെ ക്യാഷ് വരാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തുണി അവത്തുകൊണ്ടിരിക്കുന്ന, മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് ശരീര പ്രദർശനം നടത്തി ജീവിക്കുന്ന, ശരീരം വിറ്റ് ജീവിക്കുന്ന ശ്രീലക്ഷ്മി അറക്കലല്ല വേറെന്തോ ആണ്. എവിടൊക്കെയാണ് ഈ പറയുന്ന രണ സുനയുടെ സപ്പോർട്ടേഴ്സ്? വെരി ഗുഡ്. നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഒന്നും സപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടോ? ഇവരൊക്കെ ഇതേ അപരാധത്തില്, ഇതേ രീതിയിൽ, ഇതേ പാതയില്, ഇതേ റോട്ടിലൂടെ സഞ്ചരിച്ച് ഫേമസ് ആകാൻ വേണ്ടി ഇരിക്കുന്ന കുറെ അപരാധങ്ങളാണ് ഇത്. മനസ്സിലായല്ലോ? അവരുടെയൊക്കെ ഈ പറയുന്ന വാക്കുകൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ജാസ്തി എന്ന് വെച്ചാൽ നോക്കടുത്താകളെ പറയുള്ളൂ. അവൻ ഒരു 2 മാസം മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് വെച്ചാൽ അവനായിരുന്നു ഉള്ള ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് മറ്റേത് ഞാൻ എടുത്ത് മാറ്റി, ഞാൻ ബ്രസ്റ്റ് മാറ്റി, തേങ്ങ മാറ്റി, മയില് മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഇപ്പൊ ആ കണ്ടന്റ് തീർന്നു. ഇവർക്കൊക്കെ ഇപ്പൊ ജാസിയും മറ്റവരൊക്കെ എന്താണ്, ഈ ശ്രീലക്ഷ്മി, അവൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് വിവാദം ഉണ്ടാക്കി ബിഗ് ബോസിൽ അങ്ങോട്ട് അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രെയിം ആയതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ കട്ടായങ്ങളാണ് ഈ ഒരു നിങ്ങൾക്കൊക്കെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന അഭിലാഷ് കാട്ടൻ, അലൻ ജോസ് പെരേര, രണ സുന, ഈ ശ്രീലക്ഷ്മി, ജാസി, പിന്നെ കുറെ അമ്മച്ചിമാരും കുറെ തൈക്കളവികളും ഉണ്ട്. വയറും കാണിച്ചും മറ്റതും കാണിച്ചിട്ട് ഇവർക്ക് നിങ്ങൾക്കൊരു യൂണിവേഴ്സ് ഉണ്ട്. അവിടെ വരിക, അർമാദിക്കുക, ശരീരം കാണിക്കുക, തൊട കാണിക്കുക, മുല കാണിക്കുക, ഈ പറയുന്ന എന്താണ് വയറ് കാണിക്കുക, മൂട് കാണിക്കുക, ഇതൊക്കെ കാണിച്ച് ഈ പറയുന്ന കുറെ ഞരമ്പന്മാരുണ്ടല്ലോ. ഈ രണ സുനേരയൊക്കെ അക്കൗണ്ടിൽ പോയിട്ട് അവൾ എന്തിനു കാണിക്കണമെന്ന് കാണാൻ പറ്റിയിരിക്കുന്ന കുറെ ഒരു വിവരമില്ലാത്ത കുറെ ഞരമ്പന്മാരുണ്ടല്ലോ. അവനെ പോലുള്ളവര് തൃപ്തിപ്പെടുത്തി ജീവിക്കുക. അതായത് നാണം കെട്ട് ഈ പറയുന്ന ഉളുപ്പില്ല ജീവിക്കുക. എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുക. എന്നിട്ട് ആ പാതയിലേക്ക് വരുന്ന, അതായത് ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യും. അവളെ വേശ്യാവൃത്തി ചെയ്തിട്ട് കുഴപ്പമുണ്ടോ, നല്ല ജോലിയില്ല, അവളൊരു കുടുംബം പോറ്റാനല്ലേ എന്ന് പറയുന്നെങ്കിൽ, അതേ പ്രായത്തിൽ ഒരുത്തി പറയുന്നെങ്കിൽ അവളും അതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ഞാനും അതിലേ പോയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് അതായത് മറ്റു ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും, മറ്റു ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അതൊക്കെ വേണ്ട, എനിക്കിത് മതി, ഞാൻ ശരീരം വിറ്റ് മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവർക്കും അതാണ് ആഗ്രഹം. ഒന്നും അറിയേണ്ട, ശരീരം നമുക്ക് കുറച്ച് സുഖവും കിട്ടും, പൈസയും കിട്ടും, 4 ആൾ അറിയുകയും ചെയ്യും, എനിക്ക് സെലിബ്രിറ്റി ആവുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുറെ മസ്റ്റർ കമ്പനി നമുക്ക് കൊടുക്കണം. ശരി.